ഒന്നുമില്ല അന്നക്കുട്ടി. ഞാൻ അപ്പച്ചനോട് അന്നക്കുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു? ഒന്നും പറയല. കാശിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി. ഞാനല്ലേ വിളിക്കുന്നു. വാ വാന്ന് വല്ലതും പറയൂ. ഒന്നും പറയല. വാ വാ. അമ്മച്ചി പള്ളിന്ന് വരാറായിട്ടുണ്ട്. അപ്പച്ചനെ രൂപ എന്നൊന്നും ആരോട് പറയരുത്. ഞാൻ ആരോടും പറയത്തില്ല. ഇന്നെന്താ കുർബാന കഴിയാൻ വൈകിയത്? ഇന്ന് പുതിയൊരു അച്ഛന്റെ പ്രസംഗമായിരുന്നു. എത്ര നേരമായിരുന്നില്ലേ? നീ ഇന്ന് പള്ളി പോകുന്നില്ലേ? ഞാൻ വൈകുന്നേരം പോയിക്കോളാം. അമ്മച്ചി ഇപ്പൊ അമ്മച്ചി അങ്ങോട്ട് പോണ്ട. എന്താ മോളെ? പറയുന്നതിൽ വിഷമമുണ്ട്. എന്നാ പറയാതിരുന്ന അതിലും വിഷമല്ലേ? എന്താ? ആ അന്നക്കുട്ടി അപ്പച്ചന്റെ മുറിയിലോട്ട് ചെന്നിട്ട് കുറെ നേരമായി. അല്ല ഒന്നുമില്ലായിരിക്കാം. അമ്മച്ചിയുടെ ശുദ്ധവഴിക്ക് ഒന്നും തോന്നുകയല്ല. എന്നാലും അമ്മച്ചി ഇപ്പൊ അങ്ങോട്ട് ചെന്ന് അപ്പച്ചന് പിടിച്ചില്ലല്ലോ. പോയിട്ട് വേഗം വരണേ. ആ ശരി മലയാളി. അമ്മച്ചി 95 എന്ത് തന്നെ മുതലാളി. വേണ്ട അമ്മച്ചി, ഇപ്പൊ ഒച്ചപ്പാടിനൊന്നും പോണ്ട. സത്യാവസ്ഥ എന്താന്ന് അറിഞ്ഞിട്ട് ചോദിച്ചാ മതി. സ്നേഹിക്കപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് നിഷേധിച്ചോളൂ. എനിക്ക് പരിഭവമില്ല. പക്ഷെ സ്നേഹിക്കാനുള്ള എന്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. എന്റെ മനസ്സിൽ എന്നും ഈ ഒരു രാജകുമാരന് മാത്രമേ സ്ഥാനമുള്ളൂ.